ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ഓ ദൈവമേ, അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് അവിടുത്തെ നീതി? ഇതൊരു കാര്യം പറയേണ്ട കാര്യം തന്നെയാണ്, മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അവിടുത്തെ നീതി എന്ന് പറയുന്നത് വലിയ ഒരു സബ്ജക്റ്റാണ്. മുഴുവനും ഇപ്പോൾ പറയാൻ പറ്റില്ല, എങ്കിലും ഞാൻ അതിലേക്കൊന്ന് എത്തി നോക്കാം. നിങ്ങൾക്ക് പിടിയാ പിടികിട്ടി, ഇല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ധ്യാനത്തിൽ നമുക്ക് പഠിക്കാം. ഇന്നത്തെ നമ്മുടെ സാധാരണ ധ്യാന കേന്ദ്രങ്ങളിലെ ക്ലാസ്സുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. നമ്മളൊരു ധ്യാനം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം, പാപം, പശ്ചാത്താപം, പരിശുദ്ധാത്മാവ്. നമ്മൾ പാപത്തെക്കുറിച്ച് പറയും, എന്നിട്ട് എന്ത് പറയും? മര്യാദയ്ക്ക് പശ്ചാത്തപിച്ച് കുമ്പസാരിച്ചില്ലെങ്കിൽ നീ ഒക്കെ നരകത്തിൽ പോകട്ടാ. പാപത്തെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചോ, പക്ഷേ അതുകൊണ്ട് നീതി കിട്ടുമോ? നമ്മൾ നീതിയെക്കുറിച്ചൊരു ക്ലാസ് എടുത്ത് കേട്ടിട്ടുണ്ടോ? അതെ, അതിനെക്കുറിച്ച് ആഗ്രഹമുണ്ട്, പക്ഷെ ഇന്നേ വരെ ആരും എടുത്തിട്ടില്ല. സുവിശേഷം മുഴുവനും പറയുന്നത് എന്താണ്? ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയെക്കുറിച്ച് പഠിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇത് പറയുമ്പോൾ ഇപ്പോൾ വേറൊരു വലിയ തരികട മനസ്സിലുണ്ടാകാൻ പോവുകയാണ് കേട്ടോളൂ. കാരണം നമ്മൾ ഇപ്പോൾ കേട്ടിരിക്കുകയും വിശ്വസിക്കുകയും സാധാരണഗതിയിൽ നാട്ടുനടപ്പിലിരിക്കുന്ന ഒരു നീതി അല്ല ഈ പറയാൻ പോണ ദൈവനീതി എന്ന് പറയുന്നത്. ഇതിലൊക്കെയാണ് നമ്മൾക്ക് വളർച്ച ഉണ്ടാകണമെന്ന് പറയുന്നത്. ഇത് സുവിശേഷത്തിൽ ഉടനീളം യേശു കാണിച്ചു തരുന്ന ഒരു രഹസ്യമാണ്. പത്രോസും പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ ഉടനീളമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകമായിട്ട് പൗലോസ് എടുത്ത് പറയുന്നൊരു സ്ഥലമുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 20 മുതലുള്ള വചനങ്ങളൊന്ന് വായിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം. നിയമം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. കേട്ടോ, എല്ലാവരും ഒന്ന് ഉച്ചത്തിലേറ്റ് പറഞ്ഞത്. നിയമം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേയുള്ളൂ. മതി. നമ്മൾ ഒരിക്കൽ പറഞ്ഞു, മോശ വഴി കൽപ്പനകൾ വന്നു. ആ കൽപ്പനകളെക്കുറിച്ച് പഠിക്കുകയും കൽപ്പനകളെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ കണിശമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്താലും നമ്മൾ നീതീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ കൽപ്പനകൾ അനുസരിക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ചെറുപ്പം പോലെ എന്താ പഠിച്ചേക്കണത്? കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക, ഇല്ലേ? ഇപ്പം ഇവിടെ പറയുന്നത് എന്താ? കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ട് ഒരുവൻ നീതീകരിക്കപ്പെടുന്നില്ല. വിഷമിക്കണ്ട, കൽപ്പനകൾ അനുസരിക്കണം. പക്ഷേ എങ്ങനെ അനുസരിക്കണം? എന്ത് വഴി അനുസരിക്കണം? കൽപ്പനകൾ നമുക്ക് തന്നിരിക്കുന്നത് പാപത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുന്നതിന് മാത്രമാണ്. ആ കൽപ്പനകൾ മനസ്സിലാക്കുന്നത് കൊണ്ട് പാപമോചനം നമുക്ക് ലഭിക്കില്ല.
കൽപ്പനകൾ അനുസരിക്കാൻ നമ്മൾ കൂടുതൽ ശക്തമായി പരിശ്രമിച്ചതുകൊണ്ടും അത് അനുസരിക്കും എന്നും വിചാരിക്കണ്ട, ഇല്ലേ? ഇപ്പം നമ്മൾ ഇത്രയും നാൾ കൽപ്പനകൾ പഠിച്ചിട്ട് ഇപ്പോഴും നമ്മൾ മുഴുവൻ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ട്? കൽപ്പനകൾ നമുക്കെല്ലാം അറിയാമല്ലോ. കൽപ്പനകൾ അറിയാം, അത് പാലിച്ച് ജീവിക്കണമെന്ന് നമ്മൾക്ക് താല്പര്യവുമുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് പറ്റുന്നില്ല. വാസ്തവത്തിൽ ഇവിടെ ഇത് പറ്റാത്തതിൻ്റെ ഒരു കാരണം ഈ ദൈവനീതിയെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത വചനം വായിച്ചോ. ഇവിടെയാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിയമത്തിലൂടെ അല്ലാതെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. ഇതാണ് യേശുവിൻ്റെ ജീവിത കാലഘട്ടത്തിലുണ്ടായ വലിയ ഒരു മല്ലയുദ്ധം. ഫരിസേയരും യഹൂദ പ്രമാണികളും നിയമത്തെ 10 കൽപ്പനകളെ 10 അല്ല 600ഓളം കൽപ്പനകളാക്കി നിയമത്തിനെ വളരെ വലിയ ഒരു ശൃംഖലയുണ്ടാക്കി. എന്നാൽ യേശു ആ ആചാരങ്ങളെല്ലാം മറികടന്നിട്ട് ഈ പാപികളുടെയും ചുങ്കക്കാരുടെയും സുഹൃത്തായിട്ടങ്ങ് മാറുകയാണ്. ഇതവരെ വളരെയധികം അതിശയിപ്പിച്ചു. ഇവനൊരു പ്രവാചകനായിരിക്കെ, ഇവൻ യഹൂദനായിരിക്കെ, ഇവൻ എന്താണ് വിജാതിയൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നത്? ഇവനെന്താണ് പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? അപ്പോഴാണ് ഈശോ പറഞ്ഞത്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പോയി പഠിക്കുവിൻ, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ പോയി പഠിക്കുവിൻ. പരിശുദ്ധ പിതാവ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഇതാണ്: Christianity is not a set of rules or a philosophy or a mythology, but a person, Jesus Christ. ക്രിസ്തീയത എന്നത് കുറേ നിയമങ്ങളും കൽപ്പനകളും കുറേ തത്വശാസ്ത്രവും അല്ല, മറിച്ച് ഒരു വ്യക്തിയാണ്. ഏതാണ് ആ വ്യക്തി? യേശു ക്രിസ്തു എന്ന വ്യക്തി. ആ വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ വ്യക്തിബന്ധമാണ് ക്രിസ്തീയത എന്നത്. ആ വ്യക്തി ഈ സുവിശേഷത്തിൽ ഉടനീളം നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന ദൈവനീതിയുടെ പ്രവർത്തനമാണ്. അവിടെ നമുക്കറിയാം, പാപിനിയായ ഒരു സ്ത്രീയെ മറ്റുള്ളവർ കല്ലെറിയാൻ ഓടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇവൾ പാപിനിയാണ്, ഇവൾ വ്യഭിചാരം ചെയ്യേ കാണുകയെ പിടിച്ചിരിക്കുന്നു, ഇവളെ കൊല്ലണം. അതാണ് അവരെ സംബന്ധിച്ചുള്ള നീതി. മോശയുടെ നിയമപ്രകാരം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഒരു വശത്ത് ആ നീതിയാണ്, അവർ നീതി നടത്താൻ പോവുകയാണ്. എങ്കിലും കർത്താവേ, യേശുവേ, നീ പറയുക, എന്താണ് നിന്റെ അഭിപ്രായം? ഇവിടെ 2 നീതിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്ന് ഈ സമൂഹത്തിൻ്റെ മാനുഷികമായ നീതിയും മറ്റ് ദൈവത്തിൻ്റെ നീതിയും. അതിൻ്റെ മധ്യത്തിൽ ഈ പാപിനിയായ സ്ത്രീ എന്ന് പറയുന്നത് ഇന്നത്തെ മനുഷ്യ സമുദായം മുഴുവനുമാണ്. നമ്മളെല്ലാവരും അതിലുൾപ്പെടുന്നു. നമ്മളെല്ലാവരെയും എന്ത് തിന്മ ചെയ്താൽ അതിനെതിരെ കല്ലെറിയുന്ന ആളുകളല്ലേ നമുക്ക് ചുറ്റുമുള്ളത്? ആണോ അല്ലയോ? ഇന്നും ഇത്രയും വിശ്വാസത്തിൽ വളർന്ന നമ്മുടെ സമൂഹമായാലും തെറ്റ് ചെയ്യുന്നവരെ
കല്ലെറിയുക. ഇതാണ് ഇപ്പോഴും നമ്മുടെ നീതി. എന്നാൽ ഈശോ ഒരു നിമിഷം മൗനമായി. ഈശോ കല്ലെറിയണ്ട എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നമാകും. കാരണം എന്താ? അവൻ മോശയുടെ നിയമത്തിന് വിരുദ്ധമായിട്ട് പെരുമാറുന്നു. മറിച്ച് ഇവിടെയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. ഈശോ പറയുകയാണ്, കല്ലെറിയൂ, എന്നാൽ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞപ്പോൾ ഈ കല്ല് അവരുടെ ഹൃദയത്തിലേക്ക്, ആ വചനങ്ങൾ അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു. അത്രയും നേരം അവളുടെ പാപത്തെ നോക്കിയിരുന്ന ഇവരെല്ലാവരും ഉടനെ അവരുടെ പാപത്തെ നോക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവരങ്ങ് തളർന്നുപോയി. അവരുടെ കയ്യിൽ നിന്നും ആ വീര്യത്തോടെ എടുത്ത് എറിയാൻ ഓങ്ങിയിരുന്ന ആ കരങ്ങൾ തളർന്ന് കല്ല് താഴെ വീണു. അവർ ഓരോരുത്തരായിട്ട് അവിടെ നിന്നും പോയി. അങ്ങനെ കല്ലേറുകൊണ്ട് ഇപ്പം ചാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അവളുടെ തലയിൽ ഇപ്പോൾ കല്ലെറിയപ്പെടും എന്ന് വിചാരിച്ചിരുന്നപ്പോൾ കല്ലുകൾ ഒന്നൊന്നായി താഴെ വീഴുന്ന ഒരനുഭവമാണ്. എന്തായി സംഭവിക്കുന്നത്? നോക്കിയപ്പോൾ ആരുമില്ല, യേശു മാത്രം. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ അവളെ കല്ലെറിയട്ടെ. വാസ്തവത്തിൽ പാപം ചെയ്യാത്തവനായ ഒരാൾ യേശു മാത്രമാണ് അവിടെ ഉള്ളത്. യേശുവിന് വേണമെങ്കിൽ അവളെ കല്ലെറിയാമായിരുന്നു. പക്ഷേ യേശു പറഞ്ഞു, മകളെ, സമാധാനമായി പോവുക, മേലിൽ പാപം ചെയ്യരുത്. ഇതാണ് ദൈവനീതി. ഇപ്പം ഇവിടെ അവളെ പാപത്തിൽ നിന്നും പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ആരാണ് മോചിപ്പിച്ചത്? യേശു. അതാണ് യേശു വന്നിരിക്കുന്നതിൻ്റെ അർത്ഥം. യേശു വന്നിരിക്കുന്നത് നമ്മളെ പാപത്തിൽ നിന്നും പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും വരെ മോചിപ്പിക്കാനാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ഒരു ആത്മസുഹൃത്ത് ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത് ജയിലിൽ കിടക്കുകയാണ്. അവനെതിരെ വിധിയായി. വിധി ഇതാണ്: 1,00,000 രൂപ പിഴയടയ്ക്കണം, അല്ലെങ്കിൽ 5 വർഷം തടവിൽ കിടക്കണം. നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തായ ആൾ, നിങ്ങൾ എന്ത് ചെയ്യും? അവനോടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുമോ? നിങ്ങളുടെ സുഹൃത്ത് എന്നുള്ള നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വേലയെടുത്തുണ്ടാക്കിയ കാശ് 1,00,000 രൂപ കൊടുത്ത് അവനെ അവിടെ നിന്ന് മോചിപ്പിക്കും. അതാണ് മോചനദ്രവ്യം എന്ന് പറയുന്നത്. മോചനദ്രവ്യം. യേശു തൻ്റെ ജീവൻ മോചനദ്രവ്യമായി കൊടുത്ത് നമ്മളെ അതുപോലെ ആ പാപത്തിൻ്റെയും പാപത്തിൻ്റെ ശിക്ഷയുടെയും തടവറയിൽ നിന്നും രക്ഷപ്പെടുത്തി. ഇതാണ് ദൈവത്തിൻ്റെ നീതി. കൃത്യമായി മനസ്സിലായപ്പോൾ എന്തുകൊണ്ടാ നമുക്ക് വിചാരിക്കായിരുന്നു അവൻ പാപം ചെയ്തവൻ അവനവിടെ കിടക്കട്ടെ? പക്ഷേ നമ്മൾക്ക് അവനോടുള്ള സ്നേഹം അതിന് അനുവദിക്കുന്നില്ല. ശരിയായിരിക്കാം, അവൻ പാപിയായിരിക്കാം, പക്ഷേ അവൻ പാപിയാകുന്നതിന് മുൻപ് തന്നെ അവൻ എൻ്റെ സ്നേഹിതനാണ്. നമ്മളെല്ലാം പാപിയാകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞ് മക്കളാണ്. തളർവാദ രോഗിയെ മുകളിലൂടെ ഇറക്കിയപ്പോൾ ആദ്യം ഈശോ അവനോട് എന്താ പറഞ്ഞത്? തളർവാദ രോഗിയെ ആ പെരയുടെ കൂട് പൊളിച്ച് താഴോട്ട് ഇറക്കിക്കൊണ്ടുവന്നപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? കണ്ടോ?
നിങ്ങളാരും പറഞ്ഞ ഉത്തരം ശരിയല്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന്. നിങ്ങൾ അതിൻ്റെ ആദ്യ ഭാഗം പറഞ്ഞില്ല. ആദ്യം എന്താണ്? മകനേ. അതാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ചെറിയ ചെറിയ വാക്കുകളെയാണ് കൂടുതൽ പഠിക്കേണ്ടത്. മകനേ, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. മകനേ. അപ്പോൾ ആദ്യം അവൻ ആരാണ്? മകനാണ്. പിന്നെയാണ് അവൻ പാപി. മകൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മക്കൾ തെറ്റ് ചെയ്തു, മറ്റുള്ളവർ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? നമ്മൾക്ക് ആ മകനോടുള്ള സ്നേഹമോ അതോ അവനെ കുറ്റത്തിന് ശിക്ഷിക്കുകയോ? എന്താ നമ്മൾ ആദ്യം കാണിക്കാൻ? മകനോടുള്ള സ്നേഹമാണ്. ശരിയായിരിക്കാം, അവൻ കുറ്റം ചെയ്തായിരിക്കാം, പക്ഷെ അവൻ എൻ്റെ മകനാണ്, നിങ്ങൾ അവനോട് ക്ഷമിക്കുക, അവൻ ഇനി മേലിൽ ചെയ്യില്ല, അതിനെന്ത് പരിഹാരം വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. എന്ത് പരിഹാരം വേണമെങ്കിലും ഞാൻ ചെയ്തോളാം, നിങ്ങൾ അവനെ വിട്, അവൻ അറിയില്ലാണ്ട് ചെയ്തു പോയതാണ്. ഇതാണ് ദൈവനീതി. ഇത്തരത്തിലുള്ള ഒരു സുവിശേഷ പ്രഘോഷണമാണോ നമ്മൾ ഇവിടെ കേൾക്കുന്നത്? അതാണ് ഈശോ പറഞ്ഞത്, ആദ്യം നിങ്ങൾ അവിടുത്തെ നീതിയെക്കുറിച്ച് മനസ്സിലാക്കുക. ദൈവരാജ്യവും അവിടുത്തെ നീതി. ദൈവത്തിൻ്റെ നീതി എന്താണ്? ദൈവത്തിൻ്റെ നീതി ആ മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ കണ്ടില്ലേ? എല്ലാ ഉദാഹരണങ്ങളില്ലേ? മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവനോട് പറഞ്ഞു, നീ എൻ്റെ പോരയുടെ അകത്ത് കയറിപ്പോകരുത്, തെമ്മാടി എന്ന് പറഞ്ഞോ? അല്ല, മറിച്ച് ആ പിതാവ് തൻ്റെ സകല സ്നേഹവും കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് വേലക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ വെട്ടടാ, മുഴുത്ത കാളയെ വെട്ട്, ഇതാ എൻ്റെ മകൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പഠിക്കണം, കൂടുതൽ വിചിന്തനം ചെയ്യണം. ഇത് പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന് വരും. കാരണം നമ്മുടെ സാധാരണ സ്വഭാവം എന്താ? നമ്മളെ നാട്ടു നടപ്പെന്താ? ഒന്നുള്ളതിനെ ഒലക്കയും കൊണ്ടടിക്കണം. ദൈവം തൻ്റെ ഒന്നുള്ള ഏകമകനെയും ഒലക്കയും കൊണ്ട് അടിച്ച മാതിരിയൊക്കെ ചെയ്തതില്ലേ? നമ്മുടെ നീതി, തെറ്റ് ചെയ്യുന്നവൻ വെള്ളം കുടിക്കണം, അവൻ ഉപ്പ് തിന്നണം, അവനെ ശിക്ഷിക്കണം, അവനെ കഷ്ടപ്പെടുത്തണം, അവനെ എന്നാലേ പഠിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മുഴുവനും അവസ്ഥയും. നമ്മൾ ഒരു തെറ്റ് ചെയ്യുന്നവനെ കോടതി കൊണ്ടുപോകുന്നു, കോടതി ശിക്ഷയ്ക്ക് വിധിക്കുന്നു, അവനെ ജയിലിലിടുന്നു, അവനെ അയച്ചു. അതല്ല ദൈവനീതി. ഇവിടെ തെറ്റ് ചെയ്യുന്നവൻ്റെ ആ തെറ്റിന് കാരണം എന്താണ്? എന്തുകൊണ്ടവൻ തെറ്റ് ചെയ്തു? എന്തുകൊണ്ടവൻ പാപമുണ്ടായി?